അദ്ദേഹത്തിന് കിട്ടിയ ഒരുപാട് സൗഭാഗ്യങ്ങളുണ്ട്. അതായത് ഒരു ജനങ്ങൾ അദ്ദേഹത്തിനൊപ്പം ഉണ്ടായിരുന്നു, ഒരു പാർട്ടി തന്നെ ഉണ്ടായിരുന്നു, അണികൾ ഉണ്ടായിരുന്നു, നേതാക്കന്മാരുണ്ടായിരുന്നു, സ്നേഹിക്കാനും പ്രണയിക്കാനും ചുറ്റും ഒരുപാട് പെൺകുട്ടികൾ ഉണ്ടായിരുന്നു. പക്ഷെ ഈ സൗഭാഗ്യങ്ങളെ ഒന്നും അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. അതിൽ വിനയമുള്ളവനായില്ല, പക്ഷെ അഹങ്കാരിയായി എന്നുള്ളതാണ് പ്രശ്നം. അപ്പോ തീർച്ചയായിട്ടും നമ്മൾ സമൂഹം മനസ്സിലാക്കേണ്ടത് ഈ റീൽസും ഇതുപോലുള്ള ഒരു കാര്യങ്ങളും അല്ലെങ്കിൽ കപട വിനയവും വസ്ത്രധാരണവും ഒക്കെ കണ്ടല്ല ഒരു വ്യക്തിയെ തീരുമാനിക്കേണ്ടത് എന്നുള്ളതാണ്. ആ വ്യക്തിയെ അടുത്തറിയുമ്പോൾ മാത്രമേ നമുക്ക് ആ വ്യക്തിയെ മനസ്സിലാകൂ. ഇപ്പൊ ജനങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ ജനങ്ങൾക്ക് ഒരിക്കലും ജനങ്ങൾ വോട്ട് ചെയ്യുന്ന ആ പാർട്ടീനെ ബേസ് ചെയ്ത്, അപ്പൊ ആ പാർട്ടിക്ക് അതിൽ വലിയൊരു ഇതുണ്ട്. അതായത് അവർ നിർത്തുന്ന സ്ഥാനാർത്ഥി അതിന് യോഗ്യനാണോ എന്ന് അവരാണ് അത് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കി പ്രവർത്തിക്കേണ്ടത്. ജനങ്ങൾക്ക് അങ്ങനെ കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കില്ല. ആ പാർട്ടിയെ വിശ്വസിച്ചാണ് വോട്ട് ചെയ്യുന്നത്. അപ്പൊ ആ പാർട്ടിയാണ് അത് ഉറപ്പുവരുത്തേണ്ടത്. ഞങ്ങൾ നിർത്തുന്ന സ്ഥാനാർത്ഥി വിശ്വസിക്കാൻ പറ്റുന്ന ആള് തന്നെയാണ്. അത് ഏത് പാർട്ടിയാണ്, അത് ഇന്ന പാർട്ടി എന്ന് പറയുന്നില്ല.